നമസ്കാരം. ഇന്ന് രാമായണ മാസത്തിലെ കർക്കിടക മാസത്തിലെ 7-ാം ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ 7-ാമത്തെ പേജുകളാണ് വായിക്കുന്നത്. നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തകര ശ്രീരാമ മമ ഹൃദി രമ. രാമ രാമ ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമ. ലക്ഷ്മണ ഉപദേശം. വത്സാ സൗമിത്രേ കുമാരാ, നീ കേൾക്കണം. മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ, നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളത് നിന്നാല സാധ്യമായില്ലോ ഒരു കർമ്മവും. നിർണയമെങ്കിലും ഒന്നിത് കേൾക്ക നീ, ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും വിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രസാപ്രയാസം തവ യുക്തമതല്ലായെങ്കിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമായുസ്സോർക്ക നീ വഹ്നി സന്തപ്ത ലോഹസ്താംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണകളസ്തമാം ദുർദുരം, ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഹീന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥകൾ എത്രാതിസംഗമ മെത്രയും അല്പകാല സ്ഥിതമോർക്ക നീ പാന്തർ പെരുവഴിയമ്പലം തന്നിലെ കാന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്, നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്നസമാനം കളത്ര സുഖം നൃണാം, അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. രാഗാതിസങ്കുലമായുള്ള സംസാര മാകേ നിരൂപിക്കൽ സ്വപ്നസുല്യതുല്യം സഖി. ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു, ആദിത്യദേവൻ ഉദിച്ചതു വേഗേന. യാദപതിയിൽ മറഞ്ഞത് സത്വരം നിദ്രയും വന്നിതു ദയാശൈലോപരി. വിദ്രുതം വന്നിത് പിന്നെയും ഭാസ്കരൻ, യുദ്ധം അതിഭ്രമമുള്ളൊരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ് പോകുന്നതേതുമറിവീല, മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോട് ജരാനരയും വന്നു ചീർത്ത മോഹനെ മരിക്കുന്നതിത്. ചിലർ നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കെ പുനരോർത്തറിയുന്നീലമായതൻ വൈഭവം. ഇപ്പോൾ ഇത് പകൽ, പിൽപ്പാടു രാത്രിയും, പിൽപ്പാടു പിന്നെ പകലും ഉണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ
ചിൽപുരുഷൻ ഗതേതുമറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നുടെ ലീലാവിശേഷങ്ങളൊന്നും ഒരായികയാൽ ആമകുംഭാമ്പു സമാനമായുസ്സുടൻ ഭോമതേതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്ന് ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാഘ്രിയെപ്പോലെ ജരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തം അഹം ബുദ്ധി കൈകൊണ്ട് മോഹം കലർന്ന ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രാഹമോ മാഠ്യോഹമെൻ നാം റേഡിതം കലർന്നിടും ദിശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തുവെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിന് കീഴായി കൃമികളായി പോകിലാം. നന്നല്ല ദേഹം മഹാമോഹം. ത്വങ്മാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിമിത്തം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൂ നിരദ്രുതം. ദേഹാഭിമാനം നിമിത്തമുണ്ടായ മോഹേനകാലം ദഹിപ്പതിന് നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായികന്നറിക നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷീണമനുഭവിക്കുന്നതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്ന മോഹേക ഹന്ത്രിയായുള്ളത് വിദ്യ കേൾ. സംസാരകാരിണിയായ വിദ്യയും സംസാരനാശിനിയായത് വിധിയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസ മേകാന്ത ചേതസാ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളൂന്നതിൽ ക്രോധം അറിക നീ. മാതാപിതൃഭ്രാതൃമിത്രസഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്ന ഇതുപുമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും, ക്രോധം മൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജകർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കണം ബുധജനം. ക്രോധമല്ലോ യമനായത് നിർണയം. വൈതരണ്യാഖ്യായാകുന്നത് തൃഷ്ണയും സന്തോഷമാകുന്നത് നന്ദനം ഭവൻ നന്ദനം വനം. സന്തതം ശാന്തിയേകാമസുരവികീൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ. സന്താപമെന്നാൽ ഒരു ജാതിയും വര ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലേ വസിപ്പത ആത്മാവുകേൾ. ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപരം നിർവികാരം ഘനം. സർവൈക കാരണം സർവജഗന്മയം സർവൈക സാക്ഷിണം സർവജ്ഞമീശ്വരം. സർവദാ ചേതസ്സി ഭാവിച്ചു കൊള്ളുക നീ. സാരസനായ നീ കേൾ സുഖദുഃഖം പ്രാരാബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കെ നിർമായ മാചരിച്ചിടുകന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളോരാത്മാവു തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനീ പറഞ്ഞതെല്ലാമേ ധരിച്ചു തൻ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം. മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടുമായ വിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശുകളക നീ.
മാനമല്ലൂ പരമപദാമാസ്പദം. സൗമത്രീ തന്നോട് ഈ വണ്ണം അരുൾ ചെയ്തു. സൗമുഖ്യമോട് മാതാവോട് ചൊല്ലിനാൾ, കേൾക്കണമമ്മേ തെളിഞ്ഞു നീ എന്നോട് വാക്കുകളേതും വിഷാദമുണ്ടാകുല. ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരു. ആത്മാവിനെ അറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴുന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനി നീ കേവലം. ആശുപത്രി 14 സംവത്സരം വനദേശീ വസിച്ചു വരുന്നതുകൊണ്ട് ഞാൻ ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനിവോടും അനുഗ്രഹിച്ചീണം. അച്ഛനെന്തെന്നുള്ളിൽ ഒന്നിച്ചയാ എന്നാലതി നീച്ചയെന്നങ്ങുറച്ചീഴണം. അമ്മയും ഭർത്തൃകർമാനുകരണമത്രേ പാതി നിഷ്ഠാവധൂനാമെന്ന നിർണയം മാതാവ് മോദാൽ അനുവദിച്ചിടുകേതുമേ ദുഃഖമെനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തപ മാനസേഖേദം കുറച്ചു വാണിയിടുകിൽ എന്ന് പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും പിന്നെയും മാതൃപാദാന്തി പ്രീതി കൈക്കൊണ്ടെടുത്തു സംഗസ്മിനിചേർത്താദരാൽ മൂർത്തിനി ബാഷ്പാഭിഷേകം ചെയ്തു. ചൊല്ലിനാൾ ആശീർവാചനങ്ങൾ ആശുഖവും കൗസല്യയും ദേവകളോടിരന്നീടിനാൾ. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടതയാബ്ദേ പുരുഷോത്തമാഹരി മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപതേ. വൃതാരി മുമ്പായ ദിക്പാലകന്മാരെ, ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതി ലയകാരിണി ചണ്ഡികി, എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമോദമാർദ്ദശിച്ചിടുവിൻ നിങ്ങൾ. ഇത്തമർത്തിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പം ഗാഠഗാഠം പുണർനീടിന. ഈ 7 സംവത്സരം ഗാനനെ വസിച്ചാരാൽ വരികെന്നനുവദിച്ചിടിനാൾ. തൽക്ഷണേ രാഘവം നത്വാസുതദ്ഗതം ലക്ഷ്മണൻ താനു പറഞ്ഞാനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നു ഒരു സംശയം, നിന്നൊരിളപ്പാടു കേട്ടു തീർന്നതുലോ. തൊൽപാദ സേവാർത്ഥ്യമായി അടിയന് മിപ്പോൾ വഴി വിടകൊള്ളുവനെന്നുമേ മോദാലതിനായി അനുവദിച്ചിടണം. സീതാപതേ രാമചന്ദ്രദയാനിധി പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായിൽ ഏണാംഗതുല്യവദന രഘുപതി. എങ്കിൽ നീ പോന്നു കണ്ടാലു മെന്നാദരാൽ പങ്കജലോചനന്ദാനു മരുൾ ചെയ്തു. വൈദേഹി തന്നോട് യാത്ര ചൊല്ലിയിടുവൻ മോദേന സീതാഗ്രഹം പൂക്കിന്നരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുത്ഥാനവും ചെയ്തു. കാഞ്ചന പാത്രസ്ഥമായ ദോയം കൊണ്ട് വാഞ്ചയാ തൃക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷം ഉൾക്കൊണ്ട് മന്ദസ്മിതം ചെയ്തു. സുന്ദരീ മന്ദമന്ദം പറഞ്ഞേടിനാൾ. ആരുമകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതും എന്ത് കൃപാനിധി. വാരണവീരനെങ്ങു മമ വല്ലഭ ഗൗരാതപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വിദ്യാഘോഷങ്ങളും ചാമീകരണാഭരണാദ്യാലങ്കാരവും സാമന്തഭൂപാലരെയും പിരിഞ്ഞതി രോമാഞ്ചമോടെഴുന്നള്ളിയതെന്തയോ. യുദ്ധം വിദാഹാത്മജാവചനം കേട്ട് പത്വീപതി സുതൻ താനും അരുൾ ചെയ്തു.
തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനെന്നറിയിടൂ. ഞാനതു പാലിപ്പതിന്നാശു പോകുന്നു മാനസീകത വിളച്ചു വാണിയിടുക. മാതാവ് കൈശല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭി. ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തം ആഹന്ത ചൊല്ലിടിനാൾ. രാത്രി കൂടെ പിരിഞ്ഞാൽ പൊറാതോള മാസ്തയുണ്ടല്ലോ ഭവാനി പിതാവിനും എന്നിരിക്കെ മനരാജ്യം തിരുവതിൻ എന്നു തോന്നിയിടുവാൻ എന്തൊരു കാരണം. മന്നവൻ താനല്ലയോ കൗതുകമോടു ഇന്നലെ രാജാഭിഷേകം ആരംഭിച്ചു. സത്യമോ ചൊൽക ഭർത്താവേ വിരവോട് വൃത്താന്തമെത്രയും ചിത്രമൂർത്താലിതം എന്നത് കേട്ടരുൾ ചെയ്തു രാഘവൻ. തന്നികുല മൗലികേ മാലികേ കേൾക്ക നീ. മന്നവൻ കേകേയ പുത്രിയാം അമ്മയ്ക്ക് മുന്നമേ രണ്ടുവരം കൊടുത്തിടിനാൾ. വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിന് അന്യോന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ. ഒന്നു ഭരതനെ വാഴിക്കുന്നത് മെന്നെ വനത്തിനയക്കുന്നതും മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും. മാതാവിനാശുവരവും കൊടുത്തത് താതനതുകൊണ്ട് ഞാൻ ഇന്ന് പോകുന്നു. ദണ്ഡകാരണ്യേ 14 വത്സരം ദണ്ഡമൊഴിച്ചു ഒഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ. നീ ഏതിനേതും മുടക്കം പറകൊല്ല മയിൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ. രാഘവനിത്തം പറഞ്ഞത് കേട്ടോരു രാകാശിമുഹിതാനും അരുൾ ചെയ്തു. മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണമെന്നുള്ള ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നത് ചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്നു ധരിക്കണം. കാകുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രകാമിനിയോട് ചൊല്ലിയിടിനാൻ. എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് തിങ്ങിമരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹ വ്യാക്ര സൂകര സൈരിഭ വാരണ്യവ്യാളതിൽ ഭല്ലൂക വ്യഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചു ഒട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടണം. മൂലഫലങ്ങൾ കഡ്വംള കഷായങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജനാപൂപാന്നപാനാദി സന്മധുര ക്ഷീരങ്ങളിൽ ഒരു നേരവും നിമ്നോന്നത ഗുഹാഗഹുര ശർക്കര ദുർമാർഗം എത്രയും കണ്ടകവൃന്ദവും നേരെ പെരുവഴിയും അറിയാവതല്ലാരെയും കാണുവാനുമില്ലറിഞ്ഞിടുവിൻ. ശീതവാതാതപ പീഠയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാലൊട്ടും പൊറുക്കയിൽ ആർക്കും അറിയടോ. എന്നുടെ ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിടങ്ങിരുന്നിടുക. വന്നിടുവൻ 14 സംവത്സരം ചെന്നാൽ അതിനുടനിൽ ഒരു സംശയം. ശ്രീരാമ വാക്കു കേട്ടോരു വൈദേഹിയുമാരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ. നാഥാപതിവൃതയാം ധർമ്മപത്നി ഞാൻ, ആധാരവുമില്ല മറ്റെനിക്കാരുമേ. ഏതുമേ ദോഷമില്ല ദയാനിധി പാദശുശ്രൂഷാവൃതം മുടക്കായികമേ. നിന്നുടെ സന്നിധവും സന്തതം വാണിയിടു. മെന്നെ മറ്റാർക്കും പീഡിച്ചുകൂടുമോ. വല്ലതും ജലാഹാരങ്ങൾ എനിക്ക് അമൃതോപമം. ഭർത്താവ് തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതും. പുഷ്പബാണോപമ നീ വെടിഞ്ഞീടല്ല. ഏതുമേ പീഡയുണ്ടാകയില്ലൻ മൂലം.
പീതിയുമേതുമെനിക്കില്ല ഭർത്താവേ. കശ്യദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോട് പണ്ടരളി ചെയ്തു, ഭർത്താവിനോട് വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്ക് സംശയമില്ലേതും. ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നതിത് സത്യമതിൻ നീയൊന്ന് ചൊല്ലിയിടുവൻ. രാമായണങ്ങൾ പലതും കവിവര രാമോദമോട് പറഞ്ഞു കേൾപ്പുണ്ട് ഞാൻ. ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്ന് പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട് രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണീഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം. പ്രാണാവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരെന്നെയും ഉപേക്ഷിച്ച് തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്യുക നിന്നു തന്നെ നിന്തിരുവഴി തന്നാണ് എന്നിങ്ങനെ ദേവി ചൊന്നത് കേട്ടോരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പൂരിക വൈകാതെ സങ്കടം ഇന്നിത് ചൊല്ലിയുണ്ടാകേണ്ട. ദാനമരുന്ധതിക്കായി കൊണ്ടുപോ ചെയ്യുക നീ ജാനകി ഹാരാതിഭൂഷണവും ഒക്കവേ ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട്. പൃഥ്വീശ്വരോത്തമന്മാരെ വരുത്തുകെന്നത്യാദരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളത്ത മവതിയില്ലാതോളമാതരാൽ സദൃത്വരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്ക് സാദരം ദാനങ്ങൾ ചെയ്തു ഭഗവതം. മാതാവ് തന്നുടെ സേവകന്മാരായ ഭൂദേവസത്തമന്മാർക്കും കൊടുത്തത് പിന്നെ നിജാതപുരാവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്കയാൽ ആനന്ദമഗ്നരായി മാനവനായകനീശ്വരവചനവും ചെയ്തത് താമസന്മാരും ദ്വിജന്മാരും പെയ്തിടുന്നിതശ്രുഗണങ്ങളും ജാനകീ ദേവിയും അൻപോടരുന്ധതി കാനന്ദമുൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണവീരൻ സുമിത്രായാമമ്മയെ തക്ഷേണ കൗസല്യയിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്തു തനയന്. പിന്നെ ഉപദേശവാക്കുമരുൾ ചെയ്താൽ അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും മഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനുള്ളിൽ നാമോദമോട് നിരൂപിച്ചു കൊള്ളേണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ. പിന്നെ യോധ്യയെ നോർത്തിടവി മായാവിഹീനമീ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസ്സി ധരിച്ചുകൊണ്ട് ആദരവോട് തൊഴുത് സൗമിത്രിയും തന്നുടെ ചാവശരാദികൾ കൈക്കൊണ്ട് ചെന്ന് രാമാന്തികെ നിന്നു വണങ്ങിനാൾ. തൽക്ഷണേണ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്ത് പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യകളേപരൻ രാഘവൻ കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗദഭി രാമനാത്മാ രാമനംബുജ ലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ. താതാലയം പ്രതി പോകുന്ന നേരത്ത് സാദം കലർന്നോരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നത് കണ്ട് ഖേദം കലർന്നു പരസ്പരം ചൊല്ലിന. കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യ. കഷ്ടമെന്തിങ്ങനെ വന്നത് ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും
പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാകണ്ടക നിമ്നോന്നതയുത ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിന് കാഠിന്യമേകുന്ന മൃദുതര സന്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടകുന്നു കൽപ്പിച്ച പൃഥീശചിത്തം കഠോരമത്രേ തുലോം പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യന്മാർക്ക് എല്ലാവർക്കോ വില്ലെന്നലയോളം എന്നിത് തോന്നുവാൻ എന്തോരു കാരണം എന്നത് കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും കൈകേയപുത്രിക്കു രണ്ടുവരം നൃപ നേകിനാൻ പോലത് കാരണം രാഘവൻ പോകുന്നിത് വനത്തിനു ഭരതനും വാഴുന്നു വന്നുകൂടും ധരാമണ്ഡലം പോകനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കുനേ കേട്ടൂരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോട് സാമോദമേവമരുൾ ചെയ്തെന്നേരം. രാമസീത രഹസ്യം. രാമനെ ചിന്തിച്ചു ദുഃഖിയായ ആരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ള ചൊല്ലുന്നതുണ്ട് ഞാൻ. ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനേവരും രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷാനാമാദിനാരായണൻ ലക്ഷ്മണനായ നന്ദൻ ജനകജ ലക്ഷ്മി ഭഗവതി ലോകമായ പരമായ ഗുണങ്ങളെത്താൻ അവലംബിച്ചു കായഭീതം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചം ദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനയായി ഭക്തപാരായണൻ വിഷ്ണുരൂപം കൊണ്ട് നിത്യവും രക്ഷിച്ചു കൊള്ളുന്നത് ഈശ്വര നാദ്യനജൻ പരമാത്മാവ് സാദരം രുദ്രവേക്ഷത്താൽ തമോ ഗുണയുക്തനായ യദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതമനു ഭക്തിപ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തതീ രാഘവൻ പഥോനിധി മഥനേ പണ്ടുമന്തരം പാതാളലോകം പ്രവേശിച്ചത് നേരം നിഷ്ഠൂരമായൊരു കർമാകൃതി പൂണ്ട് പൃഷ്ടേ ഗിരീന്ദ്രം ധരിച്ചതി രാഘവൻ ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു കൃഷ്ടിയായി തോറ്റമേൽ ക്ഷോണിനെ പൊങ്ങിച്ചു കാരണവാരി തന്നിൽ കുളിച്ചതും കാരണപുരുഷനാകുമീ രാഘവൻ നിർഹ്ലാദമോട് നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ട് ഘോരനായോരു ഹിരണ്യകശിപുതൻ പക്ഷപ്രദേശ പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ടർത്തിച്ചു സാദര മർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോടവൾ തന്നുടെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി ഭക്തനായോരു മഹാബലിയോടു ചെന്നർത്തിച്ചു മുന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി തരുത്വാനു നൽകിയ ഭക്തപ്രിയനാം വിക്രമനിവനുമേവൻ ധാത്രീ സുരദ്വേഷികളായി ജനിച്ചോരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രിവരനായ രാഘവനാം ഇവൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീ സുതവരനായി പിറന്നേടിനാൻ രാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രീ ഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യനജൻ പരമാത്മാ പരാപരൻ
വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിൻ കാരണം മന്ധരയല്ല എല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാദേവി ജനകജ സൃഷ്ടിസ്ഥിതി ലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചെന്നാനവൻ തന്നോട് രാഘവൻ താനും അരുൾ ചെയ്തു. നക്തഞ്ചരാന്വയ നിഗ്രഹത്തിന് ഞാൻ വ്യക്തം മനത്തിന് നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ. ഇന്നു വിഷാദം കളവതൻ എല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി വരും. രാമനെ ചിന്തിച്ചു ദുഃഖിയായി ആരുമേ രാമരാമേതി ജപിപ്പതിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യന് മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേ അല്ല കൈവല്യവും സിദ്ധിക്കും മേവനുമെന്നത് നിർണയം. ദുഃഖ സൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാത്മാരഘുസത്തമൻ ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണ അനന്തനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിൻ എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു. ഭക്തജനനാം ഭജനാർത്ഥമായി വന്ന് ഭക്തപ്രിയൻ പിറന്നീടിനാൻ ഭൂതലെ പങ്ക്തിരഥാഭീഷ്ട സിദ്ധ്യർത്ഥമായി വന്ന് പങ്ക്തി കണ്ടൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൽ. ബാലിശന്മാരെ മനുഷ്യനായി ഈശ്വരൻ രാമസീതാരഹസ്യം മുഹുരിദൃശ മാമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കലുറച്ചൂരു ഭക്തിയും മാമയനാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദൃശം. പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭഗവന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്ത് രാമവിഷയമീ വണ്ണമരുൾ ചെയ്തു. വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേവരും. താപവും തീർന്നിത് പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി. താപവും തീർന്നത് പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദിരമതമാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതി. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. രാമായണ പാരായണത്തിലെ ഇത് 7ാമത്തെ ദിവസമാണ്. 7ാമത്തെ ദിവസം പാരായണം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും